എവരിവൺ, വെൽക്കം ടു ടെക് സ്കൂപ്പ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പ്രോഗ്രാംസ് ചെയ്തായിരുന്നു ജാവയിൽ. അതെല്ലാവരും ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് തന്നെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്: കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ പൊതുവേ ഈ ജാവയിൽ എല്ലാവർക്കും തന്നെ ഒരു കൺഫ്യൂഷനാണ് ഈ 3 ക്ലാസിഫിക്കേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എന്താ പറയുക, അത് ഏത് കാറ്റഗറി വരുന്നു, അങ്ങനെ കുറച്ചുള്ള കൺഫ്യൂഷൻസ് വരാം. ഇൻക്ലൂഡിങ് എനിക്കും അതുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഉറപ്പായിട്ടും എന്താ പറയുക, ആ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അതെന്താണ് ഓരോന്നും, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അത് ഏത് സിറ്റുവേഷനാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിനകത്ത് ഞാൻ അതിൻ്റെ എല്ലാ സിൻടാക്സും അതിൻ്റെ യൂസും പിന്നെ അതൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാൻ ചെറിയൊരു പ്രോഗ്രാംസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഒക്കെ ആയിട്ട് അറിയിക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലോട്ട് പോകാം. വാട്ട് ഈസ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ജാവ? നോർമലി ഒരു ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നത് അതിൽ നമ്മൾ കോഡ് എഴുതി കൊടുത്തിരിക്കുന്ന ആ ഒരു ഓർഡറിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 10 ലൈനുള്ള ഒരു പ്രോഗ്രാമാണെന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ലൈൻ നമ്പർ 1 തൊട്ട് 10 വരെ ആ ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്കിതിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, ചില കണ്ടീഷൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം 100 സ്റ്റുഡൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു 50 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാത്രം പെർസെൻറ്റേജ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 50 പേരുടെ എനിക്ക് പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ നെയിമുള്ള അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ റോൾ നമ്പറുള്ള സ്റ്റുഡൻറ്റിൻ്റെ മാത്രം ഡീറ്റെയിൽസ് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ നമുക്ക് ചില കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 ടൈപ്പാണുള്ളത്: ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമുക്ക് ഈ 3 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കാണാം. ഈ 3-നകത്തും വീണ്ടും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ 3 ടൈപ്പ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ, സെക്കൻഡ് സ്വിച്ച് ആൻഡ് തേർഡ് ഈസ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഓർ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയും. അതിൽ ഈ ഇഫ് കണ്ടീഷനകത്ത് തന്നെ വീണ്ടും 3 ക്ലാസിഫിക്കേഷനാണുള്ളത്: സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് ഇഫ് ലാഡർ. അതിൽ ഫസ്റ്റായ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ആ സ്ക്വയർ ബോക്സിൽ. ഇഫ് ദെൻ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് കണ്ടീഷൻ കൊടുക്കുക. എന്നിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ എന്നുള്ള കേസ് വരുവാണെങ്കിൽ മാത്രം ആ കേർലി ബ്രേസസിനുള്ളിൽ കൊടുത്തിരിക്കുന്ന, അതായത് ഇഫ് ബ്ലോക്ക്, അത് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഫ് ബ്ലോക്കിനുള്ളിൽ കൊടുക്കാം. ഇൻ കേസ് ആ ഇഫ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അത് ഇഫ് ബ്ലോക്കിനുള്ളിൽ, അതായത് കേർലി ബ്രേസസിനുള്ളിലുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പകരം റെസ്റ്റ് ഓഫ് ദ കോഡ് എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷനിലോട്ടായിരിക്കും അത് പോവുക, അതിൻ്റെ കൺട്രോൾ പോവുക. അതിൻ്റെ ഫ്ലോ ചാർട്ടും കൊടുത്തിട്ടുണ്ട് കൂടുതൽ മനസ്സിലാവുന്നതിനായിട്ട്. അതായത് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആകും. അത് ഇഫ് കണ്ടീഷൻ ഫോൾസ് ആവുന്ന അല്ലെങ്കിൽ ഇഫ് കണ്ടീഷൻ ട്രൂ അല്ലാത്ത കേസിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, പകരം റിമൈനിങ് പാർട്ട് ഓഫ് ദ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസ് അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് അതിന് പർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കുന്നില്ല. ഇവിടെ ഇഫ് എന്നുള്ള കണ്ടീഷൻ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇത് ഒരു സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നം എന്നൊരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇനിഷ്യലൈസിങ് വാല്യൂ ആണ് 5 എന്ന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പ്രോഗ്രാമിൽ ചെക്ക് ചെയ്യുകയാണ് നം എന്ന വേരിയബിളിൻ്റെ വാല്യൂ 5 ആണോ എന്നുള്ളത്. 5 ആണെങ്കിൽ നമ്പർ ഈസ് 5 എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കേസ് നമ്മൾ കൊടുത്തിട്ടില്ല. അതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് നം ഈക്വൽസ് 5 ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ നമ്പർ ഈസ് 5. സോ നമ്മുടെ ഈ കേസിൽ നമ്പറിൻ്റെ വാല്യൂ, നം എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 5 ആണ്. സോ നമ്പർ ഈസ് 5 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ലൂപ്പിന് ഇഫ് കണ്ടീഷന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റായ എൻഡ് ഓഫ് ദ പ്രോഗ്രാമും പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മിൻ്റെ വാല്യൂ നമ്മൾ ഒരു 10 എന്ന് കൊടുത്തിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിവിടെ ചെക്ക് ചെയ്യും നം എന്നുള്ളതിൻ്റെ വാല്യൂ 5 ആണോ എന്ന്. ആ കേസിൽ
അത് ഫോൾസ് ആണ്, കാരണം നമ്മിൻ്റെ വാല്യൂ 10 ആണല്ലോ. അപ്പം നമ്പർ ഈസ് 5 എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പകരം എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇതാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തതാണ് ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തൊട്ട് മുൻപ് കണ്ട സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെക്കാട്ടും ഡിഫറെൻ്റ് ആവുന്നതിന് ഒരു കാരണമാണുള്ളത്. ഇവിടെ ഈ ഈഫ് എൽസിനകത്ത് നമ്മളൊരു എൽസ് കണ്ടീഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇങ്ങനെയുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഈഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് എന്നുള്ള ബ്ലോക്കിലേക്ക് വരും, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 3 എന്നുള്ള ആ ഒരു സെക്ഷനിലോട്ടാണ് വന്ന് അത് എക്സിക്യൂട്ട് ആവുന്നത്. അതിന് ശേഷം റെസ്റ്റ് ഓഫ് ദ കോളിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതുണ്ട്, ഐദർ ഇഫ് ഓർ എൽസ്, ഇതിലേതെങ്കിലും ഒരു കാര്യം മാത്രമേ എക്സിക്യൂട്ട് ആവത്തുള്ളൂ ഒരേ സമയം, രണ്ടും കൂടെ ഒരിക്കലും എക്സിക്യൂട്ട് ആവത്തില്ല. അതിൻ്റെ ഫ്ലോ ചാർട്ടും കൊടുത്തിട്ടുണ്ട്. ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെക്ക് ചെയ്യാണ് ഒരു നമ്പർ, അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. അതിനാണ് ഞാൻ ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നം എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റിജർ ടൈപ്പാണ്, അതിൻ്റെ ഇനിഷ്യലൈസിങ് വാല്യൂ ആണ് 5. അപ്പോൾ അത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം, ഇഫ് നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 1 ഗ്രേറ്ററോ ആണെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യും നമ്പർ ഈസ് പോസിറ്റീവ് എന്ന്. അല്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കി ഏത് കേസാണെങ്കിലും അത് പ്രിൻറ്റ് ചെയ്യും നമ്പർ ഈസ് നെഗറ്റീവ് എന്ന്. എന്നിട്ട് ഈ ഇഫ് അല്ലെങ്കിൽ എൽസ് ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഒരു സമയം എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അതിനുശേഷം എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യും. അത് ഈഫ് കണ്ടീഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിലും എൻഡ് ഓഫ് ദ പ്രോഗ്രാം പ്രിൻറ്റ് ചെയ്യും, എൽസ് കണ്ടീഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിലും എൻഡ് ഓഫ് ദ പ്രോഗ്രാം പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കേസിൽ നമ്പറിൻ്റെ വാല്യൂ 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ 5 എന്ന വാല്യൂ 1 ഗ്രേറ്റർ ആണ്. സോ നമ്പർ ഇസ് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നത് കാണിക്കുന്നതായിരിക്കും. അടുത്തതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇഫ് കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സിൻടാക്സ് ആണ് ആ ബോക്സിൽ. ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇപ്പം ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ള ആ പോർഷൻ എക്സിക്യൂട്ട് ആവും. എന്നിട്ട് എൽസ് ഇഫിനുള്ളിൽ കൊടുത്തിരിക്കുന്നതും എൽസിനകത്ത് കൊടുത്തിരിക്കുന്നതുമായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എന്നിട്ട് ഡയറക്റ്റ് റെസ്റ്റ് ഓഫ് ദ കോളിലോട്ടായിരിക്കും പോകുന്നത്. അതേസമയം ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം അത് ട്രൂ അല്ല അല്ലെങ്കിൽ ഫോൾസ് ആവുന്ന കേസിൽ അതെന്ത് ചെയ്യും, തൊട്ടടുത്ത എൽസ് ഇഫ് കണ്ടീഷനിലോട്ട് പോയി ചെക്ക് ചെയ്യുന്നു. അവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എൽസ് എന്നുള്ള ആ ബ്ലോക്ക് ഉണ്ടല്ലോ, അത് സ്റ്റേറ്റ്മെൻറ്റ് 4 അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അങ്ങോട്ട് പോകത്ത് പോലുമില്ല, ഡയറക്റ്റ് റെസ്റ്റ് ഓഫ് ദ കോളിലോട്ട് പോകും. ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഇഫ് അല്ലെങ്കിൽ എൽസ് ഇഫ് എന്ന് കൊടുത്തിരിക്കുന്ന ഈ കണ്ടീഷൻസ് ഒന്നും ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായ എൽസ് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതായിരിക്കും അതിൻ്റെ എക്സിക്യൂഷൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എത്ര എൽസ് ഇഫ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഈ സിൻടാക്സിനകത്ത് ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് അതുപോലെ എത്ര എൽസ് ഇഫ് വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലോജിക്ക്. പിന്നെ എൻ്റെ ഫ്ലോ ചാർട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്തു. പക്ഷേങ്കിൽ അവിടെ നമ്പർ ഇപ്പോൾ 0 ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു കേസ് നമ്മൾ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഈഫ് എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്തിട്ട് അത് ചെയ്യാം. അതിനായിട്ട് സെയിം ഒരു വേരിയബിൾ തന്നെയാണ് യൂസ് ചെയ്തത്. നം എന്ന് പറഞ്ഞ് ഇൻറ്റിജർ ടൈപ്പാണ്, അതിൻ്റെ ഇനിഷ്യലൈസിങ് വാല്യൂ ആണ് 5. എന്നിട്ട് ചെക്ക് ചെയ്യുകയാണ് ഇഫ് നം ഈക്വൽസ് 0. ഇപ്പോൾ നമ്മിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്പർ ഈ 0 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. എൽസ് ഈഫ് അവിടെ ആ കണ്ടീഷൻ കൊടുക്കുകയാണ്, നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, നമ്മിൻ്റെ വാല്യൂ 1 ഗ്രേറ്റർ ഓർ ഈക്വൽ ആണെങ്കിൽ നമ്പർ ഇസ് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യും. എൽസ് കണ്ടീഷൻ, അതായത് ഇഫ് കണ്ടീഷനും ട്രൂ അല്ല, എൽസ് ഇഫ് കണ്ടീഷനും ട്രൂ അല്ല എന്നുള്ള കേസിലാണെങ്കിൽ എൽസ് എന്നുള്ള ലാസ്റ്റ് പോർഷൻ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, നമ്പർ ഇസ് നെഗറ്റീവ് എന്ന്. ഇത് ഈ കൊടുത്തിരിക്കുന്ന ഈഫോ എൽസ് ഇഫോ അല്ലെങ്കിൽ എൽസോ ഈ ബ്ലോക്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റായ എൻഡ് ഓഫ് ദ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം അത് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. സോ എപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം നമ്മുടെ ഈ കേസിൽ നമ്മിൻ്റെ വാല്യൂ 5 ആണ്. സോ ഫസ്റ്റ് ചെക്ക് ചെയ്യും 5 = 0 ആണോ എന്ന്. അപ്പോൾ അത് ഫാൾസ് ആണ്. സോ നമ്പർ 0 എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അങ്ങോട്ട് പോകത്തില്ല. പകരം നെക്സ്റ്റ് ആ എൽസ് ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്, 5 > or = 1 എന്ന്. അത് കറക്റ്റായിട്ട് കിട്ടി. സോ നമ്പർ ഇസ് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യും.
പിന്നെ അതൊരിക്കലും എൽസിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ മുൻപായിട്ട് വേറെ എൽസ് ഇഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട്ടൊന്നും പോകത്തില്ല. ഏത് ഒരു പോയിന്റിൽ വെച്ചിട്ടാണോ ആ കണ്ടീഷൻ ട്രൂ ആണെന്ന് കാണുന്നത്, പിന്നെ ബാക്കിയുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യത്തില്ല, നേരെ എക്സിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ ഇവിടെ നമ്പേഴ്സ് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യും, എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പ്രിൻറ്റ് ചെയ്യും. സെക്കൻഡ് ടൈപ്പ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിന് മറ്റൊരു പേരാണ് ടെർണറി ഓപ്പറേറ്റർ. അപ്പോൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള സെക്ഷനിൽ. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടവർ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കാണേണ്ടവർ ആ പഴയ വീഡിയോസ് എടുത്ത് നോക്കുക. എന്തായാലും ആ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം സംശയമുള്ളവർക്ക് അതൊന്നുകൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സിൻടാക്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ അത് ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 എന്നുള്ള ആ ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. നെക്സ്റ്റ് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു മൾട്ടി വേ ബ്രാഞ്ചിങ് എന്ന് പറയാൻ പറ്റും. ഇത് നമ്മൾ കുറച്ച് മുൻപ് കണ്ട ഈഫ് എൽസ് ഇഫ് ലാഡറുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ നമ്മൾ ഈ രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എല്ലാം തന്നെ പല പ്രോഗ്രാംസ് ഞാൻ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയിൽ എല്ലാത്തിൻ്റെ സിൻടാക്സും അതിൻ്റെ യൂസും എന്താണെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ സ്വിച്ചിൻ്റെ സിൻടാക്സ്, സ്വിച്ച് വേരിയബിൾ, ദെൻ ഇൻസൈഡ് ദ കേർലി ബ്രേസസ് കേസ് 1, പിന്നെ അവിടെ നമുക്ക് കേസ് 1 ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് കൊടുക്കുക. അങ്ങനെ എത്ര കേസ് വേണമെങ്കിലും കൊടുക്കാം, കേസ് 2, കേസ് 3 എത്ര വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഒരു ഡിഫോൾട്ട് കേസും കൂടെ കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ സ്വിച്ചിനകത്ത് ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വേരിയബിളിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ ചില കാൽക്കുലേഷൻസ് വഴി അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വാല്യൂ ഇനിഷ്യലൈസ് വേണമെങ്കിലും ചെയ്യാം. ഈ സ്വിച്ച് കേസിന് മുൻപായിട്ട് ആ വാല്യൂവിനെയാണ് നമ്മൾ ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്വിച്ച് കേസിനുള്ളിൽ വരുമ്പോഴത്തേക്കും ഓരോ കേസ് കൊടുക്കുമല്ലോ, കേസ് 1, കേസ് 2 അങ്ങനെ കേസ് എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൽ ഓരോ കേസ് വാല്യൂവിനോടും അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഈ പർട്ടിക്കുലർ കേസിൻ്റെ വാല്യൂ ആ വേരിയബിളിൻ്റെ വാല്യൂ ആയിട്ട് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ പർട്ടിക്കുലർ കോഡ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, സെമിക്കോൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ ബാക്കി കേസുകളിലോട്ടൊന്നും പോകത്തില്ല. ഡയറക്റ്റ് സ്വിച്ച് കേസ് എക്സിറ്റ് ചെയ്ത് അതിന് ശേഷമുള്ള കോഡിലോട്ടായിരിക്കും പോവുക. ഇൻ കേസ് ഈ കേസുകളൊന്നും മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷനിലോട്ടായിരിക്കും പോകുന്നത്. ഇതാണ് സ്വിച്ച് കേസ് വർക്ക് ചെയ്യുന്ന രീതി. ഇവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പ്രോഗ്രാമിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു 7 കേസസും ഒരു ഡിഫോൾട്ട് കേസുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ആ നമ്പർ ഒന്നെങ്കിൽ 1 ആണെങ്കിൽ അത് മൺഡേന്ന് പ്രിൻറ്റ് ചെയ്യും, 2 ആണെങ്കിൽ ട്യൂസ്ഡേന്ന് പ്രിൻറ്റ് ചെയ്യണം, 3 ആണ് വെനസ്ഡേന്ന് പ്രിൻറ്റ് ചെയ്യണം, അങ്ങനെ 7 ആണെങ്കിൽ സൺഡേ, ആ ഒരു ഓർഡറിൽ അത് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. ഇതാണ് എൻ്റെ പ്രോഗ്രാം. അത് നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഡേ എന്നൊരു ഇൻറ്റിജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് സ്വിച്ചിനകത്ത് ഞാൻ ഡേ എന്ന വേരിയബിൾ വാല്യൂ ഉണ്ടല്ലോ അതിനെ പാസ് ചെയ്യുകയാണ്. എന്നിട്ട് കേസ് 1 അതായത് 1 എന്നുള്ള വാല്യൂ ആണ് ഡേക്കുള്ളതെങ്കിൽ അത് മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് എന്നൊരു കീവേഡാണ്, അത് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ കേസ് 2 കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഡേയുടെ വാല്യൂ 2 ആണെങ്കിൽ അത് ട്യൂസ്ഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ. ഇനിയിപ്പം കേസ് 1 തൊട്ട് കേസ് 7 വരെയുള്ള ഒരു കണ്ടീഷനും ട്രൂ അല്ല. അതായത് ഡേ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു 10 or 12 കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ കേസ് ഒന്നും ട്രൂ അല്ലല്ലോ. സോ ആ കേസിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡിഫോൾട്ട് കേസാണ്. ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡിഫോൾട്ട് എന്നുള്ള ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യും ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നോർമലായിട്ട് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ശേഷം വരുന്ന റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാമിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഈ പ്രോഗ്രാമിൽ ഞാൻ ഡേയുടെ വാല്യൂ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ കേസ് 4 അത് പോകുന്നത്. കേസ് 1 ചെക്ക് ചെയ്യും, ട്രൂ അല്ലാത്തതുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്തില്ല. കേസ് 2 നോക്കും, അത് ഫോൾസ് ആണ്. കേസ് 3 നോക്കും, അത് ഫോൾസ് ആണ്, അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തില്ല. അപ്പോൾ കേസ് 4 വന്നപ്പോൾ കറക്റ്റാണ്, കാരണം ഡേ എന്ന വേരിയബിളിൻ്റെ വാല്യൂ 4 ആണ്. സോ അത് തേഴ്സ്ഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് നേരെ സ്വിച്ചിൽ നിന്ന് എക്സിറ്റ് ആവും. എന്നിട്ട് എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും.
ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ വരുന്ന 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വൈൽ ലൂപ്പ്, ഡു വൈൽ ആൻഡ് ഫോർ ലൂപ്പ്. ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നമ്മൾ ചെയ്യുന്നത്, ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതിനാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റാണ് വൈൽ ലൂപ്പ്. വൈലിനകത്ത് ആദ്യം ബ്രാക്കറ്റിനുള്ള നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആകുന്നിടത്തോളം കാലം ആ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഏതൊരു പർട്ടിക്കുലർ പോയിന്റിൽ ആ വൈൽ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് അതിന് ശേഷമുള്ള നോർമൽ ഇൻസ്ട്രക്ഷൻസിലോട്ട് അത് പോകുന്നതായിരിക്കും. അതാണ് വൈൽ കണ്ടീഷൻ്റെ വർക്കിംഗ്. ഇനി വൈൽ ലൂപ്പിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം കാണാം. അതിനായിട്ട് ഞാൻ ഐ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഇൻറ്റീജർ ടൈപ്പാണ്. അതിൻ്റെ ഇനിഷ്യലൈസിങ് വാല്യൂ 0 ആണ്. അടുത്തത് വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വൈൽ കണ്ടീഷൻ കൊടുക്കുന്നു ഐ ലെസ് ദാൻ 4. സോ നമ്മുടെ കേസിൽ ഐയുടെ വാല്യൂ 0 ആണ്. സോ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് 0 ലെസ് ദാൻ 4 ആണോ എന്ന്. അപ്പോൾ അത് ട്രൂ ആണ്. സോ വൈൽ ലൂപ്പിൻ്റെ ബോഡിക്കുള്ളിലോട്ട് കയറുക, അതായത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഐ എന്ന് കൊടുത്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താണ് 0 ആണ്. സോ 0 എന്നത് പ്രിൻറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് I++. ഐയുടെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. I++ മീൻസ് ഐയുടെ കൂടെ 1 ആഡ് ചെയ്യുന്നു. സോ ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 0 ആണ്. 0യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1. അപ്പോൾ വാല്യൂ ഓഫ് I ഈസ് 1 നൗ. ദെൻ അഗൈൻ ചെക്ക് ചെയ്യുകയാണ് വൈൽ ലൂപ്പിൽ 1 ലെസ് ദാൻ 4 ആണോ എന്ന്. അത് ട്രൂ ആണ്. സോ വീണ്ടും അത് പ്രിൻറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 1 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് വീണ്ടും I++ ആയി. സോ ഐയുടെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ 1 ആണ്. സോ 1++ മീൻസ് 2 ആകുന്നു. എന്നിട്ട് വീണ്ടും വൈൽ ലൂപ്പിൽ പോയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. സോ 2 ലെസ് ദാൻ 4 ആണെന്നോ. ഓഫ് കോഴ്സ് ഇറ്റ്സ് ട്രൂ. പിന്നെ അത് ബോഡിക്കുള്ളിലോട്ട് കയറുകയാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഐയുടെ വാല്യൂ കൊടുത്തു. അപ്പോൾ ഐയുടെ വാല്യൂ 2 പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം I++ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുകയാണ്. അപ്പോൾ 2++ എന്ന് പറയുമ്പം 3 ആണ്. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുകയാണ് വൈൽ കണ്ടീഷൻ 3 ലെസ് ദാൻ 4 ആണോ എന്ന്. ട്രൂ ആണത്. സോ ഐയുടെ വാല്യൂ ആയ 3 പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം I++ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നു. സോ 3++ മീൻസ് 4 ആയി. എന്നിട്ട് ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് 4 ലെസ് ദാൻ 4. കണ്ടീഷൻ തെറ്റാണ്. സോ ഇപ്പം നമ്മൾ I ലെസ് ദാൻ ഓർ ഈക്വൽസ് 4 എന്ന് കൊടുത്തിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് അത് എക്സിക്യൂട്ട് ആകും. പക്ഷേ ഇവിടെ ഈക്വൽസ് കൊടുത്തിട്ടില്ല, ലെസ് ദാൻ ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. 4 ലെസ് ദാൻ 4 എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആയി. സോ ആ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റോ I++ഓ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പകരം വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പുറത്തു വരുന്നു. എന്നിട്ട് എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇതാണ് വൈൽ ലൂപ്പ്. നെക്സ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡു വൈൽ ലൂപ്പ്. ഇവിടെ നമ്മൾ കുറച്ച് മുൻപുണ്ട് വൈൽ ലൂപ്പിനകത്ത് എന്താണ്, ആദ്യമേ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ വൈൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് അതിൻ്റെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഡു വൈലിൻ്റെ കേസിലാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് 1 ടൈം ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡൂവിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ആ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും ഒരു തവണയെങ്കിലും. അതിന് ശേഷമാണ് വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ വൈൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ആ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. വൈൽ കണ്ടീഷൻ ഫോൾസ് ആയി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പുറത്തിറങ്ങി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് നോർമലായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ഡു വൈൽ. അതിൻ്റെ ഫ്ലോ ചാർട്ടും കൊടുത്തിട്ടുണ്ട്. ഡു വൈൽ ലൂപ്പിൻ്റെ ഒരു പ്രോഗ്രാം കാണാം. അതിനായിട്ട് I എന്നൊരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇനിഷ്യലൈസിങ് വാല്യൂ 0 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡു വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡു അതിൽ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതിനായിട്ട്. സോ ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 0 പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം I++, അതായത് 0++ ആകും, അതായത് 1 ആകുന്നു. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. വൈൽ I ലെസ് ദാൻ 4 എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. സോ ഐയുടെ വാല്യൂ ഇപ്പോൾ 0 ആണ്. സോ 0 ലെസ് ദാൻ 4 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഡു എന്നുള്ള അതിൻ്റെ ബോഡിക്കുള്ളിലോട്ട് കയറുകയാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആണല്ലോ. ആ 1 എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം 1++ ആകുന്നു. അങ്ങനെ അത് ഐയുടെ വാല്യൂ 4 ആവുന്നിടം വരെ അത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആയി ഒരു സ്റ്റേറ്റ് എത്തുമല്ലോ. അപ്പോഴത്തേക്കും അത് വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് 4 ലെസ് ദാൻ 4.
സോ അത് ഫോൾസ് ആയി. സോ ഡു എന്നുള്ള അതിൻ്റെ ബോഡിക്കുള്ളിലോട്ട് കയറുന്നില്ല, പകരം അത് എക്സിറ്റ് അടിച്ച് പുറത്ത് വരുന്നു. അതിനുശേഷം എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുൻപ് കണ്ട വൈൽ ലൂപ്പിനകത്ത് എന്താണ് പ്രത്യേകത? വൈൽ നമ്മൾ ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. പക്ഷേ ഡു വൈലിനകത്ത് ആദ്യം ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് പോകുന്നത്. സോ അറ്റ്ലീസ്റ്റ് വൺസ് ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ എക്സിക്യൂട്ട് ഇൻ ഡു വൈൽ. നെക്സ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് നമ്മൾ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്നൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നമ്മൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ എക്സിക്യൂഷനും എൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന എക്സിക്യൂഷനാണ് എൻ്റെ ഇത് വരുന്നത്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോറിൻ്റെ സിൻടാക്സ് ഫോർ ഇനിഷ്യലൈസേഷൻ സെമിക്കോളൻ കണ്ടീഷൻ സെമിക്കോളൻ ദെൻ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് ദെൻ ഇൻസൈഡ് ദ കേർലി ബ്രേസസ് വി ഹാവ് ടു ഗിവ് ദ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഈ ഫോർ ലൂപ്പിന് മെയിനായിട്ട് 3 പാർട്സാണ് വരുന്നത്. ഒന്ന് ഇനിഷ്യലൈസേഷൻ. ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൂപ്പ് കൺട്രോളർ ഉണ്ടാവും, അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടായിരിക്കും. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോൾ വേരിയബിൾസാണ് ഐ ജെ എന്നൊക്കെ പറഞ്ഞാൽ യൂസ് ചെയ്യുക. അപ്പം ലൂപ്പിനുള്ള ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇൻറ്റ് ജെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുക്കും. അതാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് സെമിക്കോളൻ കൊടുക്കണം. എന്നിട്ട് കണ്ടീഷൻ, അവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഐയുടെ വാല്യൂ 10 ലെസ് ആണ്, അപ്പോൾ ഐ ലെസ് ദാൻ 10 അങ്ങനൊരു കണ്ടീഷൻ കൊടുക്കുന്നു. അതിനുശേഷം സെമിക്കോളൻ, പിന്നീട് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്ത ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ലൂപ്പിനുള്ളിലോട്ട് പോകുന്നതിനായിട്ട്. അത് നമ്മൾ ഒന്നെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ്, ലൈക്ക് ഐ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ ഐ മൈനസ് മൈനസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇനിഷ്യലൈസേഷൻ എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ലൂപ്പ് ബോഡിയിലോട്ട് പോകണം, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓർ കോഡ് ടു ബി എക്സിക്യൂട്ടഡ് എന്നുള്ള ആ പോർഷനിലോട്ട് പോയിട്ട് അതിനുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷം മാത്രമാണിത് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം ആ വാല്യൂ ചെക്ക് ചെയ്യുകയാണ്, കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്. ട്രൂ ആണെങ്കിൽ മാത്രം വീണ്ടും അത് അതിൻ്റെ ബോഡിക്കുള്ളിലോട്ട് പോകുന്നു, ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പിൽ എക്സിറ്റ് ആവും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിങ്. അടുത്ത ഒരു ഫോർ ലൂപ്പിൻ്റെ പ്രോഗ്രാം കാണാം. ഫോർ ഇൻറ്റ് ഐ ഈക്വൽ 0 ഐ ലെസ് ദാൻ 5 ഐ പ്ലസ് പ്ലസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ലൂപ്പിന് 3 പാർട്സാണ് വരുന്നത്. ഡിക്ലറേഷൻ, അതാണ് ഇൻറ്റ് ഐ ഈക്വൽ 0 എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടീഷൻ, അത് ഐ ലെസ് ദാൻ 5. പിന്നെ ഇൻക്രിമെൻ്റ് ഒരു ഡിക്രിമെൻറ്റ്, സോ ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഐയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് 0 ലെസ് ദാൻ 5 ആണോ എന്ന്. ട്രൂ ആണ്. എന്നിട്ട് അപ്പോൾ അടുത്തതായിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഐ പ്ലസ് പ്ലസ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നില്ല, അത് ബോഡിക്കുള്ളിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും, അതായത് 0 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യും. അതിന് ശേഷമാണത് ഐ പ്ലസ് പ്ലസ് എന്നുള്ള ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് കൊടുക്കുന്നെങ്കിൽ ആ ഡിക്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. സോ ഐയുടെ ഇപ്പോഴത്തെ വലിയ 0 ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആയി. അതിനുശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് 1 ലെസ് ദാൻ 5 ആണോ എന്ന്. ട്രൂ ആണ്. അപ്പോൾ വീണ്ടും ഐ പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. വീണ്ടും ഐ പ്ലസ് പ്ലസ്, സോ ഇറ്റ് ഈസ് 2. അങ്ങനെ അത് ഐയുടെ വാല്യൂ 5 ആവുന്നിടം വരെ ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പം ഐയുടെ വാല്യൂ 5 ആവുന്ന പോയിന്റിൽ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ഐ ലെസ് ദാൻ 5. സോ 5 ലെസ് ദാൻ 5 എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആണ്. സോ അത് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തില്ല, പകരം ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പുറത്ത് വരുന്നു. എന്നിട്ട് എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അടുത്തതാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ലൂപ്പിംഗ് കണ്ടീഷനുള്ളിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്ത് പോരുന്നതിനായിട്ട് ചില കണ്ടീഷൻസ് കൊടുക്കാം. അതിനാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ജാവയിൽ മെയിനായിട്ട് 3 ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടിന്യൂ ആൻഡ് റിട്ടേൺ. ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് ഈസ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ സിൻടാക്സ് ആണ് ഒരു ജംപ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, അതിനുശേഷം ബ്രേക്ക്. ആ പർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരും. എന്നിട്ട് വീണ്ടും ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ലൂപ്പിന് ശേഷമുള്ള ബാക്കി കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫോർ ലൂപ്പിനുള്ളിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബ്രേക്കിൻ്റെ യൂസ് പറഞ്ഞു, അതായത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റായി പുറത്ത് വരുന്നു. പിന്നീട് ആ ലൂപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒരിക്കലും എക്സിക്യൂട്ട് ആവത്തില്ല. സോ നമ്മുടെ പ്രോഗ്രാം നോക്കാം. 4 ഇൻറ്റ് ഐ ഈക്വൽസ് 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഐ പ്ലസ് പ്ലസ്. സോ ഐയുടെ വാല്യൂ 1 ആണ് ആദ്യം. അപ്പോൾ അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന്. സോ കണ്ടീഷൻ ഇസ് ട്രൂ. എന്നിട്ടത് ബോഡിക്കുള്ളിലോട്ട് കയറുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് ഐ ഈക്വൽസ് 3. സോ 1 ഈക്വൽസ് 3 ആണോ ചെക്ക് ചെയ്തു. അല്ല, അത് 3 ആയിരുന്നെങ്കിൽ ബ്രേക്ക് ചെയ്തേനെ.
3 അല്ലല്ലോ ഐയുടെ, ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആണല്ലോ. സോ അതൊന്നും ചെയ്യത്തില്ല. എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ഐ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. സോ 1 എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ഫോർ ലൂപ്പിൽ പോകുന്നു. അവിടെ i++ ആയിട്ടുണ്ട്. സോ 1++ ആയി, അപ്പോൾ 2 ആയി. സോ 2 <= 5 ആണെന്ന് ചെക്ക് ചെയ്തു, ട്രൂ ആണ്. വീണ്ടും അത് വരുന്നു. പിന്നീട് ചെക്ക് ചെയ്യാണ് ഇഫ് i = 3. സോ 2 = 3 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അത് ഫോൾസ് ആണ്. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തില്ല. എന്നിട്ട് അടുത്തതായ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. സോ ഐയുടെ വാല്യൂ ആയ 2 പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും അത് ഫോർ ലൂപ്പിലോട്ട് ചെല്ലുകയാണ്. 2++ ആകുന്നു. സോ 3 ആയി. എന്നിട്ട് അതിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിലോട്ട് വരുമ്പോഴത്തേക്കും ഇഫ് i = 3 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. സോ 3 = 3 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി വന്നു. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകുന്നു. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഐയുടെ വാല്യൂ 4, 5 ആ ഒരു എന്താ പറയുക, ആ പോർഷനോട്ടൊന്നും പോകത്തില്ല. പകരം ഈ എൻ്റയർ ലൂപ്പിൽ നിന്ന് തന്നെ എക്സിറ്റായി പുറത്ത് വരുന്നു. എന്നിട്ട് എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്ത് കിട്ടുക. ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേജ്. നെക്സ്റ്റ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എൻ്റെ സിൻറ്റാക്സ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ സെമിക്കോളൻ ദെൻ കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ ബ്രേക്കിനെക്കാട്ടിൽ ഡിഫറെൻ്റ് ആയിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണ്ടീഷൻ അത് ട്രൂ ആണെന്ന് കണ്ടാൽ അത് ആ പർട്ടിക്കുലർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും, അത് ടെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ റിമൈനിങ് ലൂപ്പിലോട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പ് ഉണ്ടെന്ന് വയ്ക്കുക. അതായത് 10 ടൈംസ് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യണം. ജാവ പ്രോഗ്രാമിൽ ഹലോ എന്ന് 10 ടൈംസ് പ്രിൻറ്റ് ചെയ്യണം. അതാണ് എൻ്റെ പ്രോഗ്രാം. അപ്പോൾ എനിക്കോട്ടൊരു കണ്ടീഷൻ കൊടുക്കാം. അതായത് എന്താ പറയുക, ഒരു 5th ടൈം ആകുമ്പോഴത്തേക്കും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ആ 5th ലൂപ്പിൽ അതിൻ്റെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് പോകത്തില്ല. പകരം 6th ലൂപ്പിലോട്ട് ഡയറക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് കണ്ടിന്യൂ. ഇത് ലൂപ്പിൽ നിന്ന് ഡയറക്റ്റ് എക്സിറ്റായി പോവുകയല്ല, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലൂപ്പ് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഐട്രേഷനിലോട്ട് പോകുന്നതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കണ്ടിന്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോർ ലൂപ്പിനകത്താണ് കണ്ടിന്യൂ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ int i = 1, i <= 5, i++. സോ ഐയുടെ ആദ്യത്തെ വാല്യൂ 1 ആണ്. സോ 1 <= 5 എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു. അത് ട്രൂ ആയതുകൊണ്ട് അത് അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇഫ് i = 3 എന്നാണ് ചെക്ക് ചെയ്യുകയാണ്. അത് അല്ല, ഐയുടെ വാല്യൂ 1 ആണല്ലോ. സോ കണ്ടിന്യൂ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പകരം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. സോ ഐയുടെ വാല്യൂ ആയ 1 പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ഫോർ ലൂപ്പിലോട്ട് വീണ്ടും പോവുകയാണ്. i++ ആയി. സോ ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയി. ചെക്ക് ചെയ്യുകയാണ് ഇഫ് 2 = 3. 2 = 3 ആണോ? അല്ല, ഫോൾസ് ആണ്. സോ കണ്ടിന്യൂ എക്സിക്യൂട്ട് ആവത്തില്ല. അതുകൊണ്ട് 2ൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും i++ ആയി. സോ 3 ആയി. എന്നിട്ട് അതിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിലോട്ട് വരുമ്പോഴത്തേക്കും ഇഫ് 3 = 3 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആയിട്ട് വന്നു. സോ കണ്ടിന്യൂ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ കണ്ടിന്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഐട്രേഷനിലുള്ള ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആവത്തില്ല. പിന്നീട് നെക്സ്റ്റ് ഐട്രേഷനിലോട്ടേക്ക് പോവുക. സോ ഇവിടെ ഇപ്പം ഐയുടെ വാല്യൂ 3 ആയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ഐ എന്ന് കൊടുത്തിരിക്കുന്ന അവിടെ 3 അല്ലേ പ്രിൻറ്റ് ചെയ്ത് വരേണ്ടത്. പക്ഷേ അത് പ്രിൻറ്റ് ചെയ്യത്തില്ല, കാരണം കണ്ടിന്യൂ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ. സോ അതിൻ്റെ നെക്സ്റ്റ് ഇറ്ററേഷനായ 3++ലോട്ട് പോകും. അപ്പോൾ 4 ആയല്ലോ. എന്നിട്ട് വീണ്ടും അതിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിലോട്ട് വരികയാണ്. 4 = 3 ആണോ? അല്ല. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യും 4 എന്നുള്ളത്. അങ്ങനെ 5ഉം ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ്റെ ഫ്ലോയ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് വേണം. ഔട്ട്പുട്ടിൽ 1 വന്നു, 2 വന്നു, 4 വന്നു, 5 വന്നു. 3 വന്നിട്ടില്ല, കാരണം 3 എന്നുള്ള കേസിൽ കണ്ടിന്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇറ്ററേഷനിലുള്ള കാര്യങ്ങളൊന്നും എക്സിക്യൂട്ട് ആവത്തില്ല. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ഓഫ് ദി പ്രോഗ്രാം പ്രിൻറ്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീവേഡാണ് ജാവയിൽ. നമ്മൾ സാധാരണ റിട്ടേൺ യൂസ് ചെയ്യുന്നത് ഒരു മെത്തേഡ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് റിട്ടേൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു മെത്തേഡ് കൊടുത്തു 2 നമ്പറിൻ്റെ സം കാണുന്നതിനായിട്ട്. എന്നിട്ട് ആ സം അതിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ ഞാൻ റിട്ടേൺ ചെയ്യാൻ പറ്റും എൻ്റെ മെയിൻ മെത്തേഡിലോട്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റിട്ടേൺ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ ചില മെത്തേഡ്സ് വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ മെത്തേഡ് ഡിക്ലറേഷൻ്റെ ടൈമിൽ വോയിഡ് എന്ന കീവേഡ് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനകത്ത് വോയിഡ് എന്താണെന്ന്, അതായത് മെയിൻ മെത്തേഡ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല.
അത് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ വോയിഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്.